നമ്മുടെ സാധനയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നന്ദി പറയും. നന്ദി നന്ദി നന്ദി. എന്തിന്? എല്ലാത്തിനും നന്ദി. രാവിലെ എഴുന്നേക്കാൻ നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ, എത്രയോ പേര് ഇന്നലെ രാത്രി നമുക്കൊപ്പം ഉറങ്ങാൻ കിടന്നു. എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടോ ഇന്ന്? ഉണ്ടോ? ഇപ്പം ഞാനിവിടെ വന്നിങ്ങനെ കയറുമ്പോൾ നമ്മുടെ നാട്ടിലൊരു അപ്പച്ചൻ അവറാച്ചൻ ചേട്ടനെ വിളിക്കും, ഞങ്ങൾ അപ്പച്ചാന്ന് വിളിക്കും. അപ്പച്ചൻ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വിട്ടു, വീട്ടിലേക്ക് കൊണ്ടുപോക്കോ ഇനി കാര്യമില്ല, മക്കളൊക്കെ വളരെ ഉയർന്ന നിലയിലാണ്. അപ്പോൾ അപ്പച്ചൻ ഇപ്പം എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഒരു വല്ലാത്ത വിഷമത്തിലാണ് ഇപ്പം ഇങ്ങനെ കയറി വന്നത്. ഇപ്പോൾ രാവിലെ ആരോടോ പറഞ്ഞത്രേ, എത്രയോ കാലമായി അപ്പച്ചനെ ഞാൻ കണ്ടിട്ടെന്നറിയോ, പക്ഷെ അപ്പച്ചൻ ഇപ്പം എന്നെ കാണണമെന്ന്. എന്തുകൊണ്ടാണെന്ന് ഞാൻ അനീഷിനോട് പറയുന്നത്, എനിക്ക് അപ്പച്ചനിപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന്. അപ്പോൾ അതുപോലെ എത്രയോ പേരാണ് ഇന്നത്തെ ഈ പുലരിയെ കാണാത്തവർ. നമുക്കെന്ത് നൽകി? നമുക്കിങ്ങനെ കൂടിയിരുന്ന് അല്ലേ ഭഗവാനെക്കുറിച്ച് പറയാനും ഭഗവാൻ നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാനും ഭഗവാൻ എന്ത് നൽകിയിരിക്കുന്നു? ഒരു അനുഗ്രഹം നൽകിയിരിക്കുന്നു. അപ്പം നമുക്ക് പറയാൻ എന്തേ ഉള്ളൂ? ഭഗവാനെ നന്ദി. എന്തിന്? ഇത്രയും ഈ പുലരിയെ കാണാൻ സാധിച്ചതിന്, ഈ കണ്ണിനും കാതിനും നാക്കിനും ഒക്കെ അവിടുന്ന് ബലം നൽകിയതിന് നന്ദി, ആരോഗ്യത്തെ നൽകിയതിന് നന്ദി. ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നേ. വണ്ടിയൊക്കെ കുറച്ചേരം ഇരിക്കുമ്പോൾ കാലുവേദന എടുത്തെന്ന് വരുമായിരിക്കും, കുറച്ചേരം ഇവിടെ സംസാരിച്ച് കഴിയുമ്പോൾ തൊണ്ടവേദന വന്നെന്ന് വരും, അല്ലേ, ക്ഷീണം വന്നെന്ന് വരും. പക്ഷെ നമ്മൾ എന്ത് അറിയുന്നില്ല? ഇതൊന്നും അറിയുന്നില്ല. കാരണം എന്താ? നമ്മളെവിടെയാണ് നിൽക്കുന്നത്? നല്ല നെയ്വിളക്കില, നന്ദിയുടെ അല്ലേ നന്മയുടെ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ, അവിടുന്ന് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി എന്ന് പറയുന്ന എനിക്കിനി എന്തിനാ പേടിക്കാനിരിക്കുന്നേ? എന്തും വന്നോട്ടെ, അതങ്ങനെ പൊക്കോളും. നമ്മളെന്തറിയുന്നില്ല? അതൊന്നും അറിയുന്നില്ല. മറിച്ച് നമ്മളിങ്ങനെ പോരുന്ന വഴിക്കൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴേ നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ കൊന്ത ചൊല്ലുന്നവരെ കാണും, ചിലർ ഈ എണ്ണിക്കൊണ്ടിരിക്കുന്ന കൗണ്ടിങ് മെഷീനൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. നമുക്ക് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് പ്രാർത്ഥനയെ ചൊല്ലേണ്ടതെന്ന് ചിലപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് തോന്നും. വേറൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, മറിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോളൂ. എന്താ? എല്ലാ നന്മകൾക്കും നന്ദി ഭഗവാനെ, എല്ലാ നന്മകൾക്കും, സർവമംഗളസ്വരൂപനായ ഭഗവാനെ എല്ലാ നന്മകൾക്കും നന്ദി, എല്ലാ സന്തോഷങ്ങൾക്കും നന്ദി, എല്ലാ സംതൃപ്തിക്കും നന്ദി, എല്ലാ സമാധാനത്തിനും നന്ദി. ഇത് കൂടുതൽ വേറെ എന്തെങ്കിലും നമുക്ക് കിട്ടാനുണ്ടോ? സമാധാനം, സന്തോഷം, സംതൃപ്തി, ഇതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും വേണോ? എല്ലാ സമ്പത്തും ഉണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ തീർന്നില്ലേ? സംതൃപ്തി ഇല്ലെങ്കിൽ തീർന്നില്ലേ? സന്തോഷം ഇല്ലെങ്കിൽ തീർന്നില്ലേ? നന്മയില്ലെങ്കിൽ തീർന്നില്ലേ? ഇത് നാലും തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചോദിക്കേണ്ടത്? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂ. അവിടെ മോട്ടർ കത്തിപ്പൊക്കോട്ടെ, ഒരു 8000 രൂപ മോട്ടറിന് കൊടുത്തോട്ടെ, അല്ലേ, ഒരാഴ്ച വെള്ളം ഇല്ലാണ്ടിരുന്നോട്ടെ, പക്ഷെ ഇതൊന്നും നമ്മളെ ബാധിക്കുകയല്ല. ഒന്ന് ടെസ്റ്റ് ചെയ്തോ, ഈ ഒരാഴ്ച വേറെ ആരും ചീത്ത പറയാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ? ജീവിതത്തിലുണ്ടാകുന്ന അത്ഭുതകരമായ മാറ്റത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. വേറെ എല്ലാ പ്രശ്നങ്ങളും വരികയാണെന്നൊന്നും നമ്മൾ പറയല, പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല എന്ന് ഭഗവാൻ പഠിപ്പിച്ചില്ലേ, അല്ലേ? ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല. ആ ഒരുറപ്പ് പോരെ നമുക്ക്. ഇതിനാണ് അറിവിൻ്റെ തീർത്ഥാടനത്തെ നൽകിയത്. ഓരോ പ്രാവശ്യവും പോയി വരുമ്പോൾ ഈ ഒരു സമചിത്തതയോടുകൂടി നമുക്ക് വരാൻ സാധിക്കണം. ഇനി അടുത്തതായിട്ട് നോക്കിക്കേ. അപ്പോൾ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തെ, ആധ്യാത്മിക വിദ്യയെ, അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യയെ സമന്വയിപ്പിച്ച് പൂർണ്ണമായ ആഭ്യന്തര ബാഹ്യശുദ്ധിയോടുകൂടി നിൽക്കുന്നവർക്ക് എന്ത് വേണം? സംഘടന വേണം. എന്ത് വേണം? സംഘടന വേണം. സമ്യക് ആയിട്ട് ഘടിപ്പിക്കുന്നതെന്തോ അതാണ് സംഘടന. ശരിയാം വിധത്തിൽ കൂട്ടിച്ചേർക്കുന്നതെന്തോ അതാണ് സംഘടന. നമുക്കൊരു സംഘടനയുണ്ട്. സ്വാമി തൃപ്പാദങ്ങളാൽ പരമദൈവത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന 1903 ആ അരുവിപ്പുറത്തെ പ്ലാവിൻചോട്ടിൽ വെച്ച് സ്വാമി തൃപ്പാദങ്ങളുടെ തൃക്കൈ വിളയാടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന സംഘടന. ഇതിൻ്റെ ബേസിക് എന്താ? ബേസിക് യൂണിറ്റ് എന്താ? ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താ? അടിസ്ഥാനം അവിടെ ശിവഗിരി മഠമുണ്ട്, ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് ഉണ്ട്, അല്ലേ? എല്ലാത്തിലും ഉള്ളത് ധർമ്മമാണ്. ഇതിൻ്റെയൊക്കെ ബേസ് എന്തായിരിക്കും? ഇതിൻ്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റുകൾ എന്താ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന് യോഗം, യൂണിയൻ, പിന്നെന്താ? ശാഖയിൽ വന്ന് നിൽക്കും, അല്ലേ? ശ്രീനാരായണ ധർമ്മസംഘത്തിന് നിരവധിയായിട്ടുള്ള ബ്രാഞ്ചുകളുണ്ട്, അവിടെയുണ്ട് യൂണിറ്റുകളുണ്ട്, ആശ്രമങ്ങളുണ്ട്, മഠങ്ങളുണ്ട്.
ഈ ഒരു ഹോളായിട്ട് ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ എടുത്താൽ ഈ മനുഷ്യ സംഘടനയ്ക്ക് എന്തായിരിക്കും അടിസ്ഥാനം? മനുഷ്യ സമൂഹ സംഘടനയ്ക്ക് അടിസ്ഥാനം എന്തായിരിക്കും? ഈ മനുഷ്യരാശിക്ക്, ഈ മനുഷ്യ സമൂഹത്തെ എടുത്താൽ ആരായിരിക്കും അതിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന ഒരു കുടുംബം അല്ലേ? ഈ കുടുംബമാണ് ഇതിൻ്റെ യൂണിറ്റ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. അപ്പോൾ ഈ സമൂഹം നല്ലതാകണമെങ്കിൽ എന്ത് നന്നാകണം? നമ്മുടെ കുടുംബങ്ങൾ നല്ലതാകണം അല്ലേ? കുടുംബം നന്നാകണമെങ്കിൽ നമ്മളാകുന്ന ഓരോ വ്യക്തികളും നന്നായിരിക്കണം. അവിടെ എന്തുണ്ടായിരിക്കണം? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിലെയും ശ്രീനാരായണ ധർമ്മസംഘത്തിലെയും ശ്രീനാരായണ ധർമ്മത്തിലെയും ധർമ്മം ഉണ്ടാകണം അല്ലേ? എവിടെന്നാ ധർമ്മം വന്നത്? ധർമ്മം അച്യുതഃ എന്നാണ്. എന്താണ് ധർമ്മം വന്നിരിക്കുന്നത്? അച്യുതനിൽ നിന്നാണെന്നാണ്, എന്ന് വെച്ചാൽ ഈശ്വരനിൽ നിന്നാണെന്ന്. അപ്പം ധർമ്മം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ സാത്വികമായ അല്ലെങ്കിൽ സത്യമായിരിക്കുന്ന ഒരു നിയമമാണ് അല്ലേ? ഈ കാലത്തിനും ദേശത്തിനും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ശ്രേഷ്ഠമായ കർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത്. ധരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഒരു മാലയിൽ നമ്മൾ മുത്തുകളെല്ലാം കോർത്ത് വെക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു നൂല് ഉപയോഗിക്കും അല്ലേ? ഈ നൂല് പൊട്ടിപ്പോയാൽ മാലയില്ല. അപ്പം മാലയുടെ ധർമ്മമായിട്ട് നിൽക്കുന്നത് അതിനെല്ലാത്തിൻ്റെ ഓരോ മുത്തുകളെയും കോർത്ത് ഒരുമിപ്പിച്ച് വെക്കുന്ന ആ നൂലാണ്. ഇതുപോലെ ഈ മനുഷ്യ സമൂഹത്തിൻ്റെ ധാർമ്മികതയെ, ഇതിൻ്റെ യഥാർത്ഥമായ ആ നീതിബോധത്തെ, അതിൻ്റെ ശാശ്വതമായ പുരോഗതിയെ നിലനിർത്തുന്നത് നമ്മളാകുന്ന കുടുംബങ്ങളാണ് അല്ലേ? കുടുംബത്തിൻ്റെ ധാർമ്മികമായ നിലപാടാണ്. അവിടെയാണ് ശ്രീനാരായണ ധർമ്മത്തിൻ്റെ പ്രസക്തി. എപ്പോഴും ഹൃദയത്തിൽ ഈശ്വരനെ കണ്ടുകൊണ്ട്, ഈശ്വരനാണ് ഇതെല്ലാം കൽപ്പിച്ച് നൽകിയിരിക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, നമ്മുടെ കർമ്മത്തെ ശരിയാം വിധം അനുഷ്ഠിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടാനില്ല എന്ന് നമ്മളെ ഭഗവാൻ പഠിപ്പിച്ചു അല്ലേ? ഒന്നിനെയും ഭയപ്പെടാനില്ല. നമ്മളെല്ലാവരും എപ്പോഴും സേഫ് സോണിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? ആ സേഫ് സോൺ വിടാൻ നമുക്കിഷ്ടമല്ല. പക്ഷെ വിജയിച്ചവരൊക്കെ എന്താണ്? സേഫ് സോണിനെ കടന്നവരാണ് അല്ലേ? സേഫ് സോണിന് ചുറ്റിനും ഒരു ഫിയർ സോണുണ്ട്, ഭയത്തിൻ്റെ സോൺ. ഞാൻ കുറേ വർഷമായിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു വെച്ചേക്കാം, 10 വർഷം കഴിഞ്ഞു, ലൈസൻസ് എടുത്ത് വെച്ചേക്കാം. പക്ഷെ ഇപ്പോഴും ഒരു ഫിയറാണ് എടുക്കാൻ അല്ലേ? ഓടിച്ച് എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാലോ എന്നുള്ള പേടിയാണ്. അപ്പം ഈ സേഫ് സോണിൻ്റെ ആ മുട്ടത്തൊണ്ടിനെ പൊട്ടിച്ച് കളയണം. ഞാനിവിടെ ആരെങ്കിലും ഓടിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പോരെ, അതെൻ്റെ സേഫ്റ്റിയാണ് അല്ലേ? സേഫായിട്ടിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ മുട്ടത്തൊണ്ടിനെ പൊട്ടിച്ച് കളഞ്ഞാലോ? ഞാൻ ഇച്ചിരി ഒരു പേടിയുടെ ഇങ്ങനെ പേടിച്ചങ്ങ് ഓടിച്ച് കുറേ നാൾ കഴിയുമ്പോൾ എന്താകും? ഞാൻ വിജയിച്ചില്ലേ? ഇതുപോലെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു സേഫ് സോണിൽ ഒളിച്ചിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനപ്പുറത്ത് നിൽക്കുന്ന ആ ഭയത്തിലേക്ക് ഇറങ്ങാൻ നമുക്ക് ധൈര്യമില്ല. ഇന്നലെ ശനിയാഴ്ച ദിവസം നമുക്ക് കുട്ടികളുടെ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈമിൽ പഠിപ്പിക്കുന്ന നമ്മുടെ ഒരു സാധകൻ, ഒരു പയ്യനാണ്. അവൻ പറഞ്ഞു, അവനൊരു ക്ലാസ് എടുക്കാൻ കൊടുത്തു. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞതാണ്, ഞാൻ എൻ്റെ സേഫ് സോൺ പൊട്ടിക്കാൻ പോവാണ് അല്ലേ? ഞാൻ പൊട്ടിക്കാൻ പോവാം. പക്ഷെ ഇന്നലെ നല്ല വിജയമായിരുന്നു, പൊട്ടിച്ചത് നന്നായിട്ട് ക്ലാസ് എടുത്തു. അപ്പോൾ നമുക്ക് പുതിയൊരാളെ കൂടി ക്ലാസ് എടുക്കാൻ കിട്ടി അല്ലേ? ആ സേഫ് സോൺ പൊട്ടിക്കാതിരുന്നെങ്കിലോ എന്നും പേടിച്ച് നമ്മളിങ്ങനെ ഇരിക്കും. ഇതുപോലെയാണ് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനുണ്ട്, ക്രിയേറ്റീവായിട്ട് ചെയ്യാനുണ്ട് ഇല്ലേ? നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ പലതും പറഞ്ഞ് പകൽ കളയുന്ന നാവ് ഇങ്ങനെ തിരുനാമം ഓതാനെങ്കിലും നമുക്ക് സാധിക്കണം അല്ലേ? നമുക്ക് എത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഭഗവാൻ അടുത്തടുത്ത കാര്യങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്.